രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഏറെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയുടെ സാമ്പത്തിക ശീലങ്ങളിലെ 10 തരം പൊരുത്തക്കേടുകൾ യഥാസമയം തിരിച്ചറിഞ്ഞ് പരസ്പരം തുറന്ന മനസ്സോടെ ചർച്ച ചെയ്തും ഉചിതമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിലൂടെയും അവർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ആരോഗ്യകരമായി തുടരുന്നതിനും സഹായിക്കും. ഇനി പറയുന്ന ഈ 10 സാമ്പത്തിക പൊരുത്തക്കേടുകൾ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക. തൻ്റെ വരുമാനത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം പങ്കുവെക്കാത്തതും അതേപോലെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ മറച്ചു വെക്കുന്നതുമൊക്കെ പങ്കാളികൾക്കിടയിൽ അവിശ്വാസം ജനിപ്പിക്കാനും സാമ്പത്തികമായ അരക്ഷിതത്വം തോന്നിപ്പിക്കാനും ഇടയാക്കും. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതും ഇടപാടുകളുടെ സുതാര്യതയും സാമ്പത്തികമായി ശക്തമായ ഒരു അടിത്തറവാകുന്നതിന് ദമ്പതികളെ സഹായിക്കുന്നു. ഇരുവർക്കുമിടയിൽ സാമ്പത്തിക കാര്യങ്ങളിലെ നിയന്ത്രണം എതിർപ്പുകൾ വകവെക്കാതെ ഒരു പങ്കാളി ഏറ്റെടുക്കുക, മറ്റേയാളുടെ വരുമാനം കൈകാര്യം ചെയ്യുന്നതിനായും അധികാരം ആവശ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരസ്പര ബഹുമാനത്തെ അവഗണിക്കുന്നതിൻ്റെ സൂചനകളാണ്. ഇത് കാലക്രമേണ നീരസത്തിലേക്ക് നയിക്കാം. ഉത്തരവാദിത്തങ്ങൾ പങ്കിടുന്നതും മറ്റൊരാളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതും ഏറെ പ്രധാനമാണ്. പങ്കാളിയുമായി ചർച്ച നടത്താതെ വലിയ സാമ്പത്തിക പ്രാധാന്യമുള്ള കാര്യങ്ങളിലെ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി എടുക്കുന്നത് സംഘർഷത്തിലേക്കും ഒഴിവാക്കുകയാണെന്ന തോന്നലിലേക്കും ഒക്കെ നയിക്കാവുന്ന പ്രവർത്തനങ്ങളാണ്. സംയുക്തമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിലൂടെ പങ്കാളിയുടെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചുവെന്നും ഉറപ്പാക്കാനാകും. പങ്കാളിയുടെ അറിവില്ലാതെ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുന്നത് ഭാവിയിൽ പങ്കാളികളുടെ ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തിയേക്കാം. അതുപോലെ ഭാവിയിലെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് ഭീമമായ ബാധ്യത വിലങ്ങുതടിയാകും. കടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുന്നതും സംയുക്തമായ ആലോചനകളും ഏറെ നിർണായകമാണ്. വിലയേറിയ സാധനങ്ങൾ വാങ്ങിയതും മറച്ചുവെക്കുക, രഹസ്യ ബാങ്ക് അക്കൗണ്ടുകൾ, വെളിപ്പെടുത്താത്ത കടബാധ്യത എന്നിവയൊക്കെ സാമ്പത്തിക അവിശ്വാസം പങ്കാളികൾക്കിടയിൽ സൃഷ്ടിക്കാം. ഇതിലൂടെ ബന്ധത്തിലുള്ള വിശ്വാസത്തിൽ വിള്ളൽ വീഴാം. സാമ്പത്തികമായ കാര്യങ്ങളിലെ സത്യസന്ധത പരസ്പര വിശ്വാസം നിലനിർത്തുന്നതിൽ ഏറെ പ്രാധാന്യമുള്ള ഘടകമാണ്. സമ്പാദ്യം, ചെലവിടൽ തുടങ്ങിയവയെക്കുറിച്ച് പങ്കാളികൾക്കിടയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും മനോഭാവം വെച്ച് പുലർത്തുന്നത് സംഘർഷത്തിലേക്ക് നയിക്കാം. പങ്കാളികളുടെ സാമ്പത്തിക മൂല്യങ്ങളെക്കുറിച്ച് പരസ്പരം മനസ്സിലാക്കുന്നതും ബഹുമാനിക്കുന്നതും യോജിപ്പിൻ്റെ മേഖല കണ്ടെത്തുന്നതും ബന്ധത്തിൻ്റെ മാധുര്യം നിലനിർത്തുന്നതിന് സഹായകരമാണ്. പരസ്പരം സംസാരിച്ച് സംയുക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള പരസ്പര ചർച്ചകൾ ഒഴിവാക്കുന്നത് പങ്കാളികൾക്കിടയിൽ വിഭിന്നമായ പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കും. പരസ്പരം ചർച്ച ചെയ്തും സഹകരണത്തോടെ സാമ്പത്തിക കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് യോജിപ്പോടെയും സംയുക്തമായ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് പങ്കാളികളെ എത്തിക്കും. പരസ്പരം ചർച്ച ചെയ്യാതെയും പങ്കാളിയുടെ സമ്മതമില്ലാതെയും വളരെ റിസ്ക് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ പണം മുടക്കുന്നതും അല്ലെങ്കിൽ ചൂതാട്ടം പോലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതുമൊക്കെ സാമ്പത്തികമായ സ്ഥിരതയെ ബാധിക്കാവുന്നതും സംഗതിയാണ്. തുറന്ന ചർച്ചകളും താങ്ങാനാകുന്ന റിസ്ക് തുടങ്ങിയവയിലെ നിക്ഷേപവും സംയുക്ത തീരുമാനങ്ങളും ഒക്കെ പ്രധാനമാണ്. അടിസ്ഥാനപരമായി ശക്തമല്ലാത്ത ചുറ്റുപാടിൽ ഒരു പങ്കാളി സാമ്പത്തിക കാര്യങ്ങളിൽ പൂർണ്ണമായും മറ്റേയാളെ ആശ്രയിക്കുന്നതും എന്നാൽ വരുമാനത്തിലേക്ക് സംഭാവനയൊന്നും ഇല്ലാതെയും ഇരുന്നാൽ ഒരു അസന്തുലിതാവസ്ഥ ക്രമേണ രൂപപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുകയും നിശ്ചിത സംഭാവന ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത് ആരോഗ്യമായ ബന്ധത്തിന് തുണയേകുന്നു. വരവ് ചെലവുകൾ തമ്മിൽ ഒത്തുനോക്കുന്ന ബജറ്റിംഗ് അവഗണിക്കുകയും സാമ്പത്തികമായി ഏറ്റെടുക്കാവുന്ന ഭാരം അല്ലെങ്കിൽ ബാധ്യതയെക്കുറിച്ചുള്ള ഗൗരവം പുലർത്താതിരിക്കുന്നതും സംയുക്ത തീരുമാനങ്ങളെ ബഹുമാനിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകളാണ്. ഓരോ വിഷയത്തിലെ സാമ്പത്തികമായ അതിരുകൾ നിശ്ചയിക്കുകയും ചെലവിടുമ്പോൾ അത് പാലിക്കുകയും ചെയ്യുന്നതിലൂടെ പങ്കാളികൾക്ക് പരസ്പര വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുകയും സാമ്പത്തിക ആരോഗ്യം നിലനിർത്താനും കഴിയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ET മലയാളം ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.